നമസ്കാരം. പടവുകളുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഡേറ്റാബേസ് എന്താണെന്നും അതിൻ്റെ റിയൽ വേൾഡ് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നും ഒക്കെ നമ്മൾ മുൻ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് DBMS ലാംഗ്വേജസും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ ഡാറ്റാബേസ് എന്താണ്? ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് കളക്ഷൻ ഓഫ് ഡാറ്റയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞതാണ്. അത് മറന്നുപോയവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരിക്കൽ കൂടി പറയാം. ഡാറ്റ കളക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും പിന്നീട് അത് ആക്സസ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ബാങ്കുകളിലും മറ്റു പല സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ്സുകളിലും ഒക്കെ ഡാറ്റാബേസിലാണ് വിവരങ്ങൾ സൂക്ഷിക്കുന്നത്. നമ്മൾ സൂക്ഷിച്ചു വെച്ച ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമായത് സെക്കൻഡുകൾ കൊണ്ട് സെലക്ട് ചെയ്യാനും കാണാനും ഒക്കെ ഉള്ള സൗകര്യം ഇന്നുണ്ട്. ഇതൊക്കെ സാധ്യമാവുന്നത് ഡാറ്റാബേസ് ഉള്ളതുകൊണ്ടാണ്. ഇങ്ങനെ ഡാറ്റാബേസിൽ വിവരങ്ങൾ സൂക്ഷിക്കാനും നമുക്ക് ആവശ്യമുള്ളപ്പോൾ കാണാനും ഒക്കെ സാധ്യമാവുന്നത് ഡാറ്റാബേസ് ലാംഗ്വേജസിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഡാറ്റാബേസിനെ നമ്മുടെ വീടിനടുത്തുള്ള ഒരു കുളമായിട്ട് സങ്കല്പിക്കുക. ഇനി നിങ്ങൾക്ക് കുറേ മീനുകളെ കിട്ടുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഈ മീനുകളെയൊക്കെ അതിൽ നിക്ഷേപിക്കുമല്ലോ, ആ കുളത്തിലിടുമല്ലോ. അപ്പോൾ ഈ മീനുകളെ നിങ്ങൾ ഡാറ്റയായിട്ട് സങ്കല്പിക്കുക, കുളത്തെ ഡാറ്റാബേസായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഡാറ്റാബേസിൽ ഡാറ്റ ഇട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൽ ചില മീനുകളെ തിരിച്ച് പുറത്തേക്ക് എടുക്കണമെങ്കിൽ വെറുതെ നോക്കി നിന്നാൽ കിട്ടുമോ? ഇല്ലല്ലോ. അതിനാവശ്യമായ ഫിഷ് നെറ്റോ മറ്റ് ടൂൾസൊക്കെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മീനിനെ പിടിക്കാൻ പറ്റുള്ളൂ. അതായത് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ ആവശ്യത്തിന് പുറത്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റാബേസ് ലാംഗ്വേജസിൻ്റെ സഹായം ആവശ്യമാണെന്നർത്ഥം. അങ്ങനെ അത്തരത്തിൽ ഡാറ്റാബേസിൽ നിന്ന് അത്യാവശ്യമായ ലാംഗ്വേജസും ഡാറ്റാബേസിന് അതിൻ്റെ ആ രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ലാംഗ്വേജസും അതിന് ടൈപ്സൊക്കെയാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഡാറ്റാബേസിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മളും ഡാറ്റാബേസിനെയും ഇടയ്ക്ക് വരുന്ന ഒന്നാണ് GUI എന്ന് പറയുന്നത്. അതായത് GUI എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. നമ്മൾ ഇടപെടുന്നത് നമ്മൾ ഓരോ വെബ്സൈറ്റ്സിലായാലും ആപ്ലിക്കേഷൻസിലായാലും നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്നു, നമ്മൾ പല കാര്യങ്ങളും പ്രസ് ചെയ്യുന്നു. നമുക്ക് യൂസ് ചെയ്യാനുള്ള രീതിയിലുള്ള വെബ്സൈറ്റ്സും ആപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു വ്യൂ ആണ് GUI എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വെബ് പേജിൽ ഫ്രണ്ട് ആൻഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഡാറ്റാബേസിലെ കാര്യങ്ങൾ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് DBMS ഇൻ്റർഫേസസ് ആണ്. അതായത് ഈ ആപ്ലിക്കേഷൻസ് ആണ് നമ്മളെ ഡാറ്റാബേസായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. അതുകൂടെ നമ്മൾ ഓർക്കണം. കാരണം ഡാറ്റാബേസ് നമ്മൾ ഡയറക്റ്റ് ആക്സസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിന് ഈ ഡാറ്റാബേസ് ലാംഗ്വേജസിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ അതിൽ എത്തുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഇടപഴകുന്നത് ഈ ആപ്ലിക്കേഷൻസ് ആണ്, ഈ സോഫ്റ്റ്വെയർസിനെയാണ്. നമ്മൾ അതുവഴിയാണ് ഡാറ്റാബേസിലെ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർസാണ്, ഈ ഫ്രണ്ട് ആൻഡ് സോഫ്റ്റ്വെയർസ്, നമ്മൾ ഇടപഴകുന്ന ഈ സോഫ്റ്റ്വെയർസാണ് ഡാറ്റാബേസിലെ കാര്യങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഈ ഫ്രണ്ട് ആൻഡ് ആപ്ലിക്കേഷൻസിൻ്റെയും ഡാറ്റാബേസിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വരുന്നത്. അതായത് ഈ ഡാറ്റാബേസിൻ്റെ ലാംഗ്വേജസ് SQL പോലുള്ള ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടാണ് ഡാറ്റാബേസിലെ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ലാംഗ്വേജസിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഡാറ്റാബേസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജസ് ആർ യൂസ്ഡ് ടു റീഡ്, അപ്ഡേറ്റ് ആൻഡ് സ്റ്റോർ ഡാറ്റ ഇൻ ഡാറ്റാബേസ്. There are several such languages that can be used for this purpose. One of them is SQL. അപ്പോൾ ഡാറ്റാബേസ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ അത് റീഡ് ചെയ്യാനും ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനും ഡാറ്റ സ്റ്റോർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഡാറ്റാബേസിൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള സെവറൽ ലാംഗ്വേജസിൻ്റെ കൂട്ടത്തിൽ ഒന്നാണ് SQL. ഈ SQL എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതായത് നമ്മൾ MS SQL, PL/SQL, PostgreSQL എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഈ DBMS ലാംഗ്വേജസിൽ ഏതൊക്കെ ടൈപ്സ് ആണെന്ന് നോക്കാം. അത് DDL ഉണ്ട്. അതായത് DDL എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. പിന്നെ DCL ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. പിന്നെ DML എന്ന് പറഞ്ഞാൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. അതുപോലെ TCL എന്ന് പറഞ്ഞാൽ
ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് ആണ്. അപ്പോൾ അത് ഓരോന്നും എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്, അതായത് DDL. DDL എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് യൂസ് ടു ഡിഫൈൻ ഡാറ്റാബേസ് സ്ട്രക്ചർ ഓർ പാറ്റേൺ. ഇറ്റ് ഈസ് യൂസ് ഫോർ ക്രിയേറ്റിംഗ് ടേബിൾസ്, സ്കീമ, ഇൻഡെക്സസ്, കൺസ്ട്രെയിൻസ് എക്സെട്ര in database. Using the DDL statements, you can create skeleton of the database. അപ്പോൾ DDL എന്ന് പറഞ്ഞാൽ ടേബിൾ ഈ ഡാറ്റാബേസിൽ എത്ര ടേബിൾസ് ഉണ്ടായിരിക്കണം, എത്ര സ്കീമാസ് ഉണ്ടായിരിക്കണം, അതിൻ്റെ നെയിംസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇൻഡെക്സസ് ഏതൊക്കെയാണ്, ഓരോ ടേബിളിലെയും കോളംസ്, പിന്നെ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറി കീ, ഫോറിൻ കീ, ഇവയൊക്കെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഡാറ്റാബേസിനെ തന്നെ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അപ്പോൾ യു ക്യാൻ ക്രിയേറ്റ് സ്കെലിറ്റൺ ഓഫ് ദ ഡാറ്റാബേസ് എന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഡാറ്റാബേസിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെ തന്നെ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അപ്പോൾ ഓപ്പറേഷൻസ് ദാറ്റ് വി ക്യാൻ പെർഫോം ഓൺ ഡാറ്റാബേസ് യൂസിങ് DDL അവ ഏതൊക്കെയാണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ DDL ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് ഓബ്ജക്ട്സ് ഇൻ ദ ഡാറ്റാബേസ്. ഇപ്പോൾ ഡാറ്റാബേസിൽ ടേബിൾസ് ആവശ്യമാണ്, വ്യൂസ് ആവശ്യമാണ്, അങ്ങനെ ഒരുപാട് ഓബ്ജക്ട്സ് ഉണ്ടല്ലോ ഡാറ്റാബേസിൻ്റെ. അപ്പോൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് DDL ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓൾട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു ഓൾട്ടർ ദ സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റാബേസ്. അപ്പോൾ ഒരു ടേബിളിനൊക്കെ ഓൾട്ടർ ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ, ഓബ്ജക്ട്സിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഡ്രോപ്പ് യൂസ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ട്രങ്കേറ്റ് ഒരു ടേബിളിനെ ട്രങ്കേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ യൂസ് ടു റിമൂവ് ഓൾ റെക്കോർഡ്സ് ഫ്രം എ ടേബിൾ. അപ്പോൾ ടേബിളിലുള്ള എല്ലാ റെക്കോർഡ്സിനെയും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രങ്കേറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ റീനെയിം, ഇറ്റ് ഈസ് യൂസ് ടു റീനെയിം ആൻ ഒബ്ജക്റ്റ്. അത് ടേബിളിന് തന്നെയല്ല, ഏതൊരു ഒബ്ജക്റ്റിനെയും ഡാറ്റാബേസ് ഒബ്ജക്ട്സിന് റീനെയിം ചെയ്യാം, ട്രങ്കേറ്റ് ചെയ്യാം, ഡ്രോപ്പ് ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ കമൻറ്റ്, ഇറ്റ് ഈസ് യൂസ് ടു കമൻറ്റ് ഓൺ ദ ഡാറ്റ ഡിക്ഷണറി. പിന്നെ എല്ലാ കമൻസും ഐദർ ഡിഫൈൻസ് ഓർ അപ്ഡേറ്റ് ദ ഡാറ്റാബേസ് സ്കീമ, ദാറ്റ്സ് വൈ ദേ കം അണ്ടർ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അപ്പോൾ ഈ എല്ലാ കമൻസും അപ്ഡേറ്റ് ചെയ്യാൻ, ഡാറ്റാബേസ് സ്കീമേനെ അപ്ഡേറ്റ് ചെയ്യാനോ ഡിഫൈൻ ചെയ്യാനോ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ കാണാമല്ലോ, ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ക്രിയേറ്റ്, ആ ഒരു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ ഓരോ ഒബ്ജക്ട്സിനെയും ക്രിയേറ്റ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു, അതൊക്കെ അതിനെ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് അഥവാ DML. DML ഈസ് യൂസ്ഡ് ഫോർ ആക്സസിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഡാറ്റ ഇൻ എ ഡാറ്റാബേസ്. ഇറ്റ് ഹാൻഡിൽസ് യൂസർ റിക്വസ്റ്റ്. ദ ഫോളോയിങ് ഓപ്പറേഷൻസ് ഓൺ ഡാറ്റാബേസ് കം അണ്ടർ DML. DML എന്ന് പറഞ്ഞാൽ ഡാറ്റ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റാബേസിലെ ഡാറ്റേനെ ആക്സസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ DML യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസർ റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സെലക്ട്, ഇറ്റ്സ് യൂസ് ടു റിട്രൈവ് ഡാറ്റ ഫ്രം എ ഡാറ്റാബേസ്. നേരത്തെ പറഞ്ഞല്ലോ, ഡാറ്റാബേസിനെ പറ്റി ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ പറഞ്ഞിരുന്നില്ലേ, ഡാറ്റാബേസ് എന്താണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ പറഞ്ഞതാണ് നമ്മളെ യൂസേഴ്സ് ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ റിട്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്പറേഷനാണ് നടക്കുന്നത്, സെലക്റ്റാണ് നടക്കുന്നത്. ഡാറ്റാബേസിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഓരോ കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ ഡാറ്റ, ആവശ്യമായിട്ടുള്ള ഡാറ്റ റിട്രൈവ് ചെയ്യുന്നു. അതിനാണ് സെലക്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ ടേബിളിൽ നമ്മൾ വീണ്ടും ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനാണ് ഇൻസേർട്ട് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അപ്ഡേറ്റ്, ഇറ്റ്സ് യൂസ് ടു അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് ഡാറ്റ വിത്തിൻ എ ടേബിൾ. ഇപ്പോൾ എന്തെങ്കിലും ഒരാളുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുകയാണ് ഡാറ്റാബേസിൽ. അപ്പോൾ അഡ്രസ്സ് മാറി, അയാൾ താമസം മാറുമ്പോൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിലീറ്റ്, ഇറ്റ്സ് യൂസ് ടു ഡിലീറ്റ് റെക്കോർഡ്സ് ഫ്രം എ ടേബിൾ. പിന്നെ ആവശ്യമല്ലാത്ത ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിലീറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ്, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് DCL. DCL ഈസ് യൂസ് ഫോർ ഗ്രാൻറ്റിംഗ് ആൻഡ് റിവോക്കിംഗ് യൂസർ ആക്സസ് ഓൺ എ ഡാറ്റാബേസ്. അപ്പോൾ DCL ഗ്രാൻറ്റ് ചെയ്യാനും റിവോക്ക് ചെയ്യാനും, യൂസർ ആക്സസ് ഗ്രാൻറ്റ് ചെയ്യാനും റിവോക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് DCL യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു ഗിവ് യൂസർ
ആക്സസ് പ്രിവിലേജസ് ടു എ ഡാറ്റാബേസ്. അപ്പോൾ ഇത് ഗ്രാൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, യൂസേഴ്സിന് ഡാറ്റാബേസിലേക്കുള്ള പ്രിവിലേജസ്, ആക്സസ് പ്രിവിലേജസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാൻറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിവോക്ക് എന്ന് പറഞ്ഞാൽ യൂസ് ടു ടേക്ക് ബാക്ക് പെർമിഷൻസ് ഫ്രം ദ യൂസർ. അപ്പോൾ യൂസേഴ്സിന് കൊടുത്ത ആക്സസ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് റിവോക്ക് യൂസ് ചെയ്യുന്നത്. ഇത് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഈ ഓരോ ഇതിൻ്റെയും ടൈപ്പിൻ്റെയും പേര് കേട്ടാൽ തന്നെ നമുക്കറിയാമല്ലോ. മാനിപ്പുലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതിനാണ് ഡാറ്റ മാനിപ്പുലേറ്റ്. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താ, ഡാറ്റാബേസിൻ്റെ ആക്സസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് ഗ്രാൻറ്റ് ചെയ്യണോ റിവോക്ക് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഡാറ്റ കൺട്രോളാണ്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം, ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് ആണ്. ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് TCL എന്ന് പറയും. The changes in the database that we made using DML commands are either performed or rollbacked using TCL. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോംഡ് ആണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. കുറേ ഓപ്പറേഷൻസ്, അത് ഒന്നുകിൽ അത് സക്സസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫെയിൽ ആവണം. അങ്ങനത്തെ ഓപ്പറേഷൻസിനാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റാബേസിൽ ഇങ്ങനെയുള്ള ചേഞ്ചസ് വരുമ്പോൾ ഒന്നുകിൽ അത് കമ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് റോൾ ബാക്ക് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലാംഗ്വേജാണ് TCL എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു ഡാറ്റ ട്രാൻസ്ഫർ നടത്തുകയാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണല്ലോ. നമ്മുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ പൈസ കട്ടാവണം. പിന്നെ ആ പൈസ ഡിഡക്റ്റ് ആയി കഴിഞ്ഞാൽ അത് മറ്റേയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവണം. അപ്പോൾ അത്രയും ഓപ്പറേഷൻസ് ഒരുമിച്ച് നടക്കണം. ഇതിൽ ഈ ഓപ്പറേഷൻസിൽ ഒന്ന് മാത്രം നടക്കാൻ പാടില്ല. അതാണ് പറയുന്നത്, ഒരു ഓപ്പറേഷൻ ശരിയാണെങ്കിൽ സക്സസ് ആവേണ്ട രണ്ടും സക്സസ് ആവണം, ഫെയിൽ ആവേണ്ട രണ്ടും ഫെയിൽ ആവണം. ഒരു ഓപ്പറേഷൻ നടന്നിട്ട് മറ്റൊന്ന് നടന്നില്ലെങ്കിൽ, ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ ഡിഡക്റ്റ് ആവുകയാണ്, പക്ഷേ മറ്റേയാളുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആവാനുള്ള ആ ഒരു ഓപ്പറേഷൻ നടക്കുന്നില്ല എങ്കിൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സക്സസ്ഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഫെയിൽ ആവണം. അപ്പോൾ അങ്ങനെയുള്ള അതിനാണ് കമ്മിറ്റ് എന്ന് പറയുന്നത്. കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ യൂസ് ടു സേവ് ദ ട്രാൻസാക്ഷൻ ഓൺ ദ ഡാറ്റാബേസ്. അപ്പോൾ അത് സേവ് ചെയ്യാനുള്ളതാണ് കമ്മിറ്റ് എന്ന് പറയുന്നത്. രണ്ടും ഓക്കെ ആയി കഴിഞ്ഞാൽ കമ്മിറ്റ്. റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു റീസ്റ്റോർ ദ ഡാറ്റാബേസ് ടു ഒറിജിനൽ സിൻസ് ദ ലാസ്റ്റ് കമ്മിറ്റ്. അപ്പോൾ അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അത് പ്രീവിയസ് സ്റ്റേറ്റ് എന്താണോ അതിലേക്ക് തിരിച്ച്, അത് നമ്മൾ തന്നെ ATM എന്നൊക്കെ പൈസ എടുക്കുമ്പോൾ ചിലപ്പോൾ കാണാറില്ലേ, നമുക്ക് മെസ്സേജ് വരും പൈസ ഡിഡക്റ്റ് ആയിട്ടുണ്ടെന്ന്. പക്ഷേ ആ മെഷീനിൽ പൈസ ഇല്ലെങ്കിലോ ബാങ്കിൻ്റെ പല പ്രശ്നങ്ങൾ കാരണമോ ചിലപ്പോൾ നമുക്ക് പൈസ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ എന്താവും, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആയ പൈസ തിരിച്ച് അങ്ങനെ മെസ്സേജ് ഡിഡക്റ്റ് ആയിട്ടുണ്ടെന്ന് മെസ്സേജ് വരുന്നുണ്ടെങ്കിലും കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വീണ്ടും അത് ക്രെഡിറ്റ് ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇവിടെ നടക്കുന്നത് റോൾ ബാക്ക് ആണ്. അപ്പോൾ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഇനി SQLൻ്റെ കാര്യങ്ങൾ പറയാം. SQLൽ കീവേഡ്സ് ആർ നോട്ട് കേസ് സെൻസിറ്റീവ്. പിന്നെ കീവേഡ്സ് കേസ് സെൻസിറ്റീവ് അല്ല. അപ്പോൾ നമ്മൾ ആൻഡ് ഓർ എന്നൊക്കെ പറയുന്നത്, OR എന്നത് ക്യാപ്സ് ആയാലും സ്മോൾ ലെറ്റർ ആയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ആൻഡ് ഏതൊരു കീവേഡ് ആയാലും അത് കേസ് സെൻസിറ്റീവ് അല്ല. പിന്നെ സെലക്ട് ഈസ് ദ സെയിം ആസ് സെലക്ട്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. സെലക്ട് എന്ന് ഇങ്ങനെ എഴുതിയാലും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാലും സ്മോൾ ലെറ്ററിൽ എഴുതിയാലും സെയിം തന്നെയാണ്. പിന്നെ സെമിക്കോളൻ ഈസ് ദ സ്റ്റാൻഡേർഡ് വേ ടു സെപ്പറേറ്റ് ഈച്ച് SQL സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഡാറ്റാബേസ് സിസ്റ്റംസ് ദാറ്റ് അലോ മോർ ദാൻ വൺ SQL സ്റ്റേറ്റ്മെൻറ്റ് ടു ബി എക്സിക്യൂട്ടഡ് ഇൻ ദ സെയിം കോൾ ടു ദ സെർവർ. അപ്പോൾ SQLലെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെമിക്കോളനാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ സെലക്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ കീവേഡ്സും നമ്മൾ പരിചയപ്പെടാനുണ്ട്. ഇവിടെ സെലക്റ്റിന് മാത്രമാണ് പറയുന്നത്, ആദ്യ ഭാഗം ആയതുകൊണ്ട്. ഇവിടെ വളരെ സിമ്പിളായി ഇതെല്ലാവരും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന എല്ലാവർക്കും ഇത് അറിയാമായിരിക്കാം. എന്നാലും സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ടേബിൾ കാണാം. ടേബിൾ നെയിം സ്റ്റുഡൻറ്റ് എന്നാണ് ടേബിളിൻ്റെ നെയിം. അതിൽ 2 കോളംസ് ഉണ്ട്, നെയിം എന്നും ഏജ് എന്നും പറഞ്ഞിട്ട്. അതിൽ 3 പേരുടെ നെയിമും 3 പേരുടെയും ഏജും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്
സെലക്ട് സ്റ്റാഫ് ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ സെലക്ട് സ്റ്റാഫ് ഫ്രം ടേബിൾ, സ്റ്റുഡൻറ്റ് എന്നത് ടേബിൾ നെയിമാണ്. അപ്പോൾ സെലക്ട് സ്റ്റാഫ് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് ആ ടേബിൾ തന്നെ ആയിരിക്കും. കാരണം നമ്മളിവിടെ കണ്ടീഷൻസ് ഒന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് കംപ്ലീറ്റ് ടേബിൾ തന്നെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സെലക്ട് നെയിം ഫ്രം സ്റ്റുഡൻറ്റ് വെയർ ഏജ് ഈക്വൽ ടു 25. അപ്പോൾ ഇവിടെ നെയിം എന്ന നേരത്തെ സെലക്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആ ടേബിളിലെ എല്ലാ കോളംസും സെലക്ട് ആവും. നെയിം, ഏജ് രണ്ട് കോളംസ് ആണുള്ളത്. അപ്പോൾ സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് നെയിമും ഏജും രണ്ടാണ്. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ സെലക്ട് നെയിം മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്, സ്റ്റാർ എന്നല്ല. സ്റ്റാർ എന്നായിരുന്നെങ്കിൽ നെയിമും ഏജും സെലക്ട് ചെയ്തേനെ, പക്ഷേ ഇവിടെ നെയിം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രം സ്റ്റുഡൻറ്റ്, അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന ടേബിളിൽ നിന്നും നെയിം എന്ന കോളം സെലക്ട് ചെയ്യുന്നു. കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത് വെയർ ഏജ് ഈക്വൽ ടു 25. അപ്പോൾ 25 ഏജുള്ള സ്റ്റുഡൻറ്റിൻ്റെ നെയിമാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 25 ഏജുള്ള സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 എന്നതായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ അടുത്തത് നോക്കാം. സെലക്ട് നെയിം, ഏജ് ഫ്രം സ്റ്റുഡൻറ്റ് വെയർ ഏജ് ഗ്രേറ്റർ ദാൻ 15. അപ്പോൾ ഇവിടെ നെയിമും ഏജും സെലക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, വെയർ ഏജ് ഗ്രേറ്റർ ദാൻ 15 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏജ് ഗ്രേറ്റർ ദാൻ 15 ആയിട്ടുള്ള ഇവിടെ 20യും 25 ആണ്, അത് അഞ്ജു ആൻഡ് ബാമ ആണ്. അപ്പോൾ ഈ രണ്ട് പേരുടെയും നെയിമും ഏജും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. സെലക്ട് ഏജ് ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ ഏജ് ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏജ് എന്ന കോളം മാത്രം സെലക്ട് ചെയ്യാണ്, കണ്ടീഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ 3 പേരുടെയും ഏജ് മാത്രം ഔട്ട്പുട്ടായിട്ട് കിട്ടും. നെക്സ്റ്റ് സെലക്ട് നെയിം, ഏജ് ഫ്രം സ്റ്റുഡൻറ്റ് വെയർ നെയിം ഈക്വൽ ടു റോഹൻ ആൻഡ് ഏജ് ഈക്വൽ ടു 25. അപ്പോൾ നെയിം ഈക്വൽ ടു റോഹൻ ആൻഡ് ഏജ് ഈക്വൽ ടു 25 എന്നാണ് കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത്. രണ്ടും സെലക്ട് ചെയ്യുന്നുണ്ട്, രണ്ട് കോളംസും, നെയിമും ഏജും. അപ്പോൾ നെയിം റോഹൻ നമുക്ക് ഇവിടെ ഉണ്ട്, പക്ഷേ നെയിം റോഹൻ ആൻഡ് ഏജ്ഡ് 25 എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ റോഹൻ്റെ ഏജ് 15 ആണ്. അപ്പോൾ റോഹൻ എന്നയാൾ 25 ഏജ് ഉള്ള ഒരാളെയാണ് നമ്മൾക്ക് സെലക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല, റോഹൻ്റെ ഏജ് 15 ആണ്, മറ്റൊരു റോഹൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് ചെറിയ എക്സാമ്പിൾ, സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ സബ് ക്വറീസും ഒക്കെ വരുമ്പോൾ എളുപ്പം തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ ഇത്രയും സിമ്പിളായിരിക്കില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് എക്സാമിന് കൂടുതലും ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് മുൻ വർഷങ്ങളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഡാറ്റ മാനേജ്മെൻറ്റ് ലാംഗ്വേജ് കമ്പണൻറ്റ് എനാബിൾ ദ DBA ടു ഡിഫൈൻ ദ സ്കീമ കമ്പണൻസ്. അപ്പോൾ ഇതിൽ ഏത് ഡാറ്റ മാനേജ്മെൻറ്റ് ലാംഗ്വേജ് കമ്പണൻ്റ് ആണ് DBAനെ ടു ഡിഫൈൻ ദ സ്കീമ കമ്പണൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് DML, സബ് സ്കീമ DLL, സ്കീമ DLL, ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സ്കീമ DLL ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്കീമ കമ്പണൻസിനെ ഡിഫൈൻ ചെയ്യാൻ എനേബിൾ ചെയ്യുന്നത് ഏത് കമ്പണൻ്റാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. ഡാറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞാൽ എ ഡാറ്റാബേസ് സ്കീമ ഈസ് ദ സ്കെലിറ്റൺ സ്ട്രക്ചർ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ലോജിക്കൽ വ്യൂ ഓഫ് ദ എൻറ്റയർ ഡാറ്റാബേസ്. സ്കീമ ഒക്കെ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ കണ്ട് ഈ ഓർഡറിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ പാർട്ട് 1 മുതൽ തുടങ്ങിയിട്ട് അതേ ഓർഡറിൽ തന്നെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ചില ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ DLL എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. DLL ഫയൽ കണ്ടെയ്ൻസ് എ ലൈബ്രറി ഓഫ് ഫയൽസ് ആൻഡ് അതർ ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ എ വിൻഡോസ് പ്രോഗ്രാം. When a program is launched, links to the necessary DLL files are created. If a static DLL is created, the .dll files will be in use as long as the program is active. Static DLL ആകുമ്പോൾ .dll files will be in use as long as the program is active ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡൈനാമിക് DLL ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ .dll files will only be used when needed. Dynamics link help programs use resources such as memory and hard drive space more efficiently. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്. സ്കീമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സ്കീമയിൽ നിന്ന് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സ്കീമയായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എൻഡ് ഓഫ് എൻ SQL കമാൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എന്താണെന്ന് ചോദിച്ചത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു SQL കമാൻഡിൻ്റെ എൻഡിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? An end of line character,
an enter key marker, entering FO key, a semicolon. ഇതറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. സെമിക്കോളനാണ് SQL സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം കൊടുക്കുന്നത്. Explanation: MySQL and SQL requires delimiters when executing multiple statements. This normal delimiter is a semicolon. ഇത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മിക്കവാറും സെമിക്കോളൻ കൊടുക്കുന്നത്. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ സെമിക്കോളൻ കൊടുക്കേണ്ട ആവശ്യമില്ല. Next question. Consider the query. Select student name from students where class name equal to. Select class name from students where maths marks equal to 100. What will be the output? അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ തവണയും ഇങ്ങനത്തെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കിയാലും ഇതുപോലത്തെ ഒരു ഇന്നർ ക്വറി ഉള്ള ഒരു സബ് ക്വറി ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുക. ഒരു SQL സ്റ്റേറ്റ്മെൻറ്റ് ഒരു ക്വറി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടും എന്താണെന്ന് ചോദിക്കും. അതിന് 3-4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ മിക്കവാറും ടേബിൾസ് ഒന്നും തരാറില്ല. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഇതിൽ രണ്ടാമത്തെ ഈ ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന ഇന്നർ ക്വറിയാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. സെലക്ട് അത് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആദ്യം ആൻസർ ഓപ്ഷൻസ് നോക്കാത്തതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, പെട്ടെന്ന് ചാടിക്കയറി നമുക്ക് ആൻസർ ചെയ്തു പോകും. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആദ്യം ഇതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ആൻസർ ഓപ്ഷൻസിൽ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. സെലക്ട് ക്ലാസ് നെയിം ഫ്രം സ്റ്റുഡൻസ് വെയർ മാത്സ് മാർക്സ് ഈക്വൽ ടു 100. അതായത് മാത്സിൽ 100 മാർക്സ് ഉള്ള സ്റ്റുഡൻസിൻ്റെ ക്ലാസ് നെയിമാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഇന്നർ ക്വറിയിൽ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടേക്കാണ്, അതെല്ലാവർക്കും അറിയാമായിരിക്കാം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടേക്കാണ് നമ്മൾ ഈ ക്വറി ഒക്കെ വായിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മാത്സ് മാർക്ക് ഈക്വൽ ടു 100, മാത്സിൽ 100 മാർക്സ് ഉള്ള സ്റ്റുഡൻസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. സ്റ്റുഡൻസിൻ്റെ ക്ലാസ് നെയിമാണ് സ്റ്റുഡൻസ് എന്ന ടേബിളിൽ നിന്നും മാത്സിൽ 100 മാർക്സ് ഉള്ള സ്റ്റുഡൻസിൻ്റെ ക്ലാസ് നെയിം ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മാത്സിൽ 100 മാർക്സിൽ കുറച്ച് കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ ABC എന്നിങ്ങനെ 3 ക്ലാസ്സുകളുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ Aയിലും Bയിലുള്ള കുട്ടികൾക്ക് 2 3 എത്ര കുട്ടികളായാലും കുഴപ്പമില്ല, കുട്ടികൾക്ക് Aയിലും Bയിലുള്ള 2 കുട്ടികൾക്കോ 3 കുട്ടികൾക്കോ ആർക്കെങ്കിലും ആവട്ടെ മാത്സിൽ 100 മാർക്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുക എന്താണ്, AB ആണ് ക്ലാസ് നെയിമായിട്ട് കിട്ടുക. C എന്ന ക്ലാസ്സിൽ 100 മാർക്സിൽ കുട്ടികളില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ Aയും Bയും ക്ലാസ് നെയിമായിട്ട് നമുക്ക് ഈ ഇന്നർ ക്വറീൻ്റെ റിസൾട്ടായിട്ട് കിട്ടും, Aയും Bയും. അപ്പോൾ ഇപ്പോൾ ക്ലാസ് നെയിം ഈക്വൽ ടു A, ഈ ബ്രാക്കറ്റ് ഉള്ളതൊക്കെ മറക്കുക, ക്ലാസ് നെയിം ഈക്വൽ ടു AB എന്ന് നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് മെയിൻ ക്വറി വായിക്കാം. സെലക്ട് സ്റ്റുഡൻറ്റ് നെയിം ഫ്രം സ്റ്റുഡൻസ് വെയർ ക്ലാസ് നെയിം ഈക്വൽ ടു AB എന്ന് കിട്ടിയല്ലോ. അപ്പോൾ AB എന്നീ ക്ലാസ്സുകളിലെ സ്റ്റുഡൻറ്റ് എന്ന ടേബിളിൽ AB എന്ന ക്ലാസ്സുകളിലുള്ള സ്റ്റുഡൻസിൻ്റെ നെയിമാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. കാരണം നമ്മൾ ക്ലാസ്സുകളുടെ പേരാണ് സെലക്ട് ചെയ്തത്. സ്റ്റുഡൻസിൻ്റെ മാർക്ക് ഏതെങ്കിലും കുട്ടിക്കുണ്ടോ എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഏതെങ്കിലും കുട്ടിക്ക് 100 മാർക്സ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിനെ സെലക്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ആ ക്ലാസ്സിലുള്ള സെലക്ട് സ്റ്റുഡൻറ്റ് നെയിമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിൻ്റെ നെയിമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ABC എന്നീ 3 ക്ലാസ്സുകളിൽ AB എന്നീ ക്ലാസ്സുകളിൽ ഏതൊക്കെയോ കുട്ടികൾക്ക് 100 മാർക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് Aയും B എന്നീ ക്ലാസ്സുകളെ സെലക്ട് ചെയ്തു. പിന്നീട് മെയിൻ ക്വറി അനുസരിച്ച് AB എന്ന ക്ലാസ്സുകളിലെ മുഴുവൻ കുട്ടികളെയും സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് AB എന്നീ ക്ലാസ്സുകളിലെ മുഴുവൻ കുട്ടികളുമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻ ഏതാണ് ഉള്ളതെന്ന് നോക്കുക. The list of names of students with 100 marks, അതല്ല, the name of all students of all classes in which at least one student has 100 marks in mathematics. ഇതാണല്ലോ നമ്മൾ കണ്ടെത്തിയത്. The name of all students of all classes in which at least one student has 100 marks in mathematics. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ കിട്ടി. നമ്മൾ കണ്ടെത്തിയത് എന്താണ്, അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റുഡൻറ്റിനെങ്കിലും 100 മാർക്സ് ഉള്ള ക്ലാസ്സുകളിലെ മുഴുവൻ സ്റ്റുഡൻസിൻ്റെയും പേരാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതാണ് ഈ മുകളിലത്തെ ക്വറി, അതാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ B ആണ്.
ഇവിടെ അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻ വെയർ ക്ലോസ് in class name variables, those class names will be included which belongs to the students having 100 marks in math, and so this complete query will give the name of those students in all classes which have 100 marks in mathematics. അതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ക്യൂറി. സെലക്ട് സ്റ്റുഡൻറ്റ് നെയിം ഫ്രം സ്റ്റുഡൻറ്റ് ഡാറ്റ where roll number equal to select roll number from student marks where sem1 mark equal to sem2 mark. Which of the following is true എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും തൊട്ട് മുന്നേ കണ്ട അതേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഇതിൽ രണ്ടാമത്തെ ഇന്നർ ക്യൂറി ആദ്യം അതിലെന്താണ് ഔട്ട്പുട്ട് വരുന്നതെന്ന് നോക്കുക. ഇവിടെ പറഞ്ഞിട്ടുള്ളത് സെലക്ട് റോൾ നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് മാർക്സ് എന്ന ടേബിളിൽ നിന്നും റോൾ നമ്പർ സെലക്ട് ചെയ്യുന്നു. അതിൽ കണ്ടീഷൻ എന്താണ്? റോൾ നമ്പർ സ്റ്റുഡൻറ്റ് മാർക്സ് എന്ന ടേബിളിലെ റോൾ നമ്പർ സെലക്ട് ചെയ്യുന്നു. വെയർ sem1 മാർക്ക് ഈക്വൽ ടു sem2 മാർക്ക്. sem1നും sem2നും സെയിം മാർക്ക് കിട്ടിയിട്ടുള്ള റോൾ നമ്പേഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റോൾ നമ്പേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി മെയിൻ ക്യൂറിയിലോട്ട് പോകാം. സെലക്ട് സ്റ്റുഡൻറ്റ് നെയിം ഫ്രം സ്റ്റുഡൻറ്റ് ഡാറ്റ വെയർ റോൾ നമ്പർ ഈക്വൽ ടു. അപ്പോൾ സ്റ്റുഡൻറ്റ് നെയിമാണ് സെലക്ട് ചെയ്യുന്നത്. വെയർ റോൾ നമ്പർ ഈക്വൽ ടു. അപ്പോൾ നമ്മൾ നേരത്തെ sem1നും sem2നും സെയിം മാർക്സ് ഉള്ള ആൾക്കാരുടെ റോൾ നമ്പറാണ് സെലക്ട് ചെയ്തത്. അവരുടെ നെയിമാണ് ഇവിടെ മെയിൻ ക്യൂറിയിൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് എന്താണ് വരുന്നതെന്ന് നോക്കാം. ഇറ്റ് ഗീവ്സ് ദ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് ഹൂസ് മാർക്ക് ഇൻ സെമസ്റ്റർ 1 ആൻഡ് സെമസ്റ്റർ 2 ആർ സെയിം. നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് ഹൂസ് മാർക്സ് ഇൻ സെമസ്റ്റർ 1 ആൻഡ് സെമസ്റ്റർ 2 ആർ സെയിം എന്നാണ് ഒന്നാമത്തത് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ നോക്കാം. ഇറ്റ് ഗീവ്സ് ഓൾ ദ നെയിംസ് ആൻഡ് റോൾ നമ്പേഴ്സ് ഓഫ് ദോ സ്റ്റുഡൻറ്റ്സ് ഹൂസ് മാർക്സ് ഇൻ സെമസ്റ്റർ 1 ആൻഡ് സെമസ്റ്റർ 2 ആർ സെയിം. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഇറ്റ് ഗീവ്സ് ദ നെയിംസ് ഓഫ് ഓൾ സ്റ്റുഡൻറ്റ്സ് ഹൂസ് മാർക്സ് ഇൻ സെമസ്റ്റർ 1 ആൻഡ് സെമസ്റ്റർ 2 ആർ സെയിം. ഇതാണല്ലോ ആൻസർ. കാരണം ഇവിടെ നമ്മൾ ആദ്യം സെമസ്റ്റർ 1ലും സെമസ്റ്റർ 2ലെയും മാർക്ക് സെയിം ആയിട്ടുള്ള കുട്ടികളുടെ റോൾ നമ്പർ സെലക്ട് ചെയ്തു. എന്നിട്ട് അവിടെ വീണ്ടും അത് നമ്മൾ മെയിൻ ക്യൂറിയിലോട്ട് പോകുമ്പോൾ അവിടെ നെയിമാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്താ പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെയിം ഓഫ് ഓൾ സ്റ്റുഡൻസ്. എല്ലാ സ്റ്റുഡൻസും ആർക്കൊക്കെയാണോ സെമസ്റ്റർ 1ൻ്റെയും സെമസ്റ്റർ 2ൻ്റെയും മാർക്ക് സെയിം ആയിട്ടുള്ളത് അവരുടെയൊക്കെ നെയിമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇതുപോലുള്ള ഈ ഒരു ഇന്നത്തെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. DBMSൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നോർമലൈസേഷൻ പഠിക്കാണ്ട് ഇതിൽ തന്നെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് SQL ക്വറി ആയിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ്, പിന്നെ അതുപോലത്തെ ഒരുപാട് കീവേഡ്സ് ഒക്കെ ഉണ്ടല്ലോ SQLൽ. പിന്നെ കീസ് ഉണ്ട്, പ്രൈമറി കീ, ഫോറിൻ കീ, പിന്നെ ജോയിൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 10-12 ക്വസ്റ്റ്യൻസ് ഒക്കെ DBMS നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലുള്ള ക്വസ്റ്റ്യൻസും ബാക്കി ടോപ്പിക്സും ഒക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്ന് വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഈ ചാനലിലെ മറ്റെല്ലാ വീഡിയോസും കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. താങ്ക്